السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, നാം ഇന്ന് വായിക്കാൻ ആരംഭിക്കുന്ന റിസാല അൽ-ഇമാം അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം എഴുതിയിട്ടുള്ള സുആൽ വജവാബ് ഫി അഹമ്മിൽ മുഹിമ്മാത്ത്, സുആൽ വജവാബ് ഫി അഹമ്മിൽ മുഹിമ്മാത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യോത്തരങ്ങൾ എന്നുള്ളതാണ്. സുപ്രധാനമായ ചോദ്യോത്തരങ്ങൾ എന്നതാണ് ഈ റിസാലക്ക് അദ്ദേഹം കൊടുത്തിട്ടുള്ള തലക്കെട്ട്. ഇമാം സഅദി റഹിമഹുല്ലാഹയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ പറ്റി കൂടുതൽ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതും തഫ്സീറിന്റെയും ഫിഖ്ഹിന്റെയും അതുപോലെ തന്നെ അഖീദയുടെയും സുലൂക്കിന്റെയും മൻഹജിന്റെയും എല്ലാ മേഖലയിൽ വളരെയധികം ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് പഠിക്കാൻ സാധിക്കുന്ന ധാരാളം കിതാബുകൾ രചിച്ചിട്ടുള്ള വലിയ പണ്ഡിതനാണ് ഇമാം സഅദി റഹിമഹുല്ലാഹ്. ഈ റിസാലയിൽ ഒരു മുസ്ലിം നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളായിട്ടുള്ള അഖീദ മൻഹജിയായിട്ടുള്ള വിഷയങ്ങൾ, അഹ്ലുസുന്നയുടെ അഖീദയും അതുപോലെ തന്നെ ദീനിന്റെ ഉസൂലുകളും പ്രധാനപ്പെട്ടത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ചോദ്യോത്തര രൂപത്തിൽ എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ വളരെ ലളിതമായിക്കൊണ്ടാണ് മുഅല്ലിഫ് റഹിമഹുല്ലാഹ് ഇമാം സഅദി ഈ റിസാലയിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കത് വായിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇമാം സഅദി റഹിമഹുല്ലാഹി റിസാല ആരംഭിച്ചിട്ടുള്ളത് ബസ്മല കൊണ്ടാണ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫിഅലിയായ സുന്നത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആർക്കെങ്കിലും കത്തോ മറ്റോ എഴുതി അയക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതുന്ന സന്ദർഭത്തിൽ ബസ്മല കൊണ്ട് ആരംഭിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫിഅലിയായ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവർത്തിക്കാറുണ്ടായിരുന്ന രീതിയാണ്. ബസ്മലയുടെ അർത്ഥവും പ്രത്യേകതയും എല്ലാം നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളെ തവസ്സുലാക്കിക്കൊണ്ട് ഏതൊരു കാര്യമാണോ ചെയ്യുന്നത്, അത് എഴുത്താവട്ടെ, സംസാരമാവട്ടെ, വായനയാവട്ടെ, എന്ത് കാര്യം തുടങ്ങുകയാണെങ്കിലും ഞാനിതാ അള്ളാഹുവിന്റെ നാമങ്ങളെ തവസ്സുലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടാണ് ഞാൻ ആരംഭിക്കുന്നത് എന്നാണ് അതിന്റെ ആശയം. എന്നിട്ട് ഷെയ്ഖ് പറയുന്നു, അൽഹംദുലില്ലാഹി അലാ മാ ലഹു മിനൽ അസ്മാഇൽ ഹുസ്നാ വസിഫാത്തിൽ കാമിലതി വന്നിഅമിസ് സാബിഗ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സ്തുതി. അലാ മാ ലഹു മിനൽ അസ്മാഇൽ ഹുസ്നാ, എന്തിനു മേലെയാണ് അള്ളാഹുവിനെ സ്തുതിക്കുന്നത്? അള്ളാഹുവിനുള്ള അതിമഹത്തരമായിട്ടുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള നാമങ്ങളുടെ മേലെ. വസിഫാത്തിൽ കാമില, പരിപൂർണമായ വിശേഷണങ്ങളുടെ മേലെ. വനിഅമിസ് സാബിഗ, അതുപോലെ തന്നെ പരിപൂർണമായി പൂർത്തിയായിട്ടുള്ള അനുഗ്രഹങ്ങളുടെ മേലെ. ഈ കാര്യങ്ങളുടെ മേലെയെല്ലാം ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിനെ സ്തുതി എന്നാണ് ഇമാം ആദ്യം എഴുതിയിട്ടുള്ളത്. ഇത് നമുക്കറിയാം, ഏതൊരു കാര്യത്തിന്റെയും ആരംഭത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളത്. ഹംദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അതിയായ ഇഷ്ടത്തോടു കൂടി പുകഴ്ത്തുന്നതിനാണ് ഹംദ് എന്ന് പറയുന്നത്. ഇതിൽ ഹംദിനോടൊപ്പം മുഅല്ലിഫ് റഹിമഹുല്ലാഹ് ചെയ്തിട്ടുള്ള രീതി അള്ളാഹുവിന്റെ മഹത്തായ നാമങ്ങളെ കൊണ്ടും ആ നാമങ്ങളുടെ മേലും വിശേഷണങ്ങളുടെ മേലും അള്ളാഹു തആല പൂർത്തീകരിച്ചു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളുടെ മേലും അള്ളാഹുവിനെ സ്തുതിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ മൂന്ന് കാര്യങ്ങൾ ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇഷ്ടത്തെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, അല്ലാഹുവിന്റെ നാമങ്ങൾ അറിയുക എന്നത്.
2 അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അതിനെപ്പറ്റി അറിയുക എന്നുള്ളത്, 3 അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത്. ഈ 3 കാര്യങ്ങൾ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി തരും. അതുകൊണ്ടാണ് ഹംദ് പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളെ പറഞ്ഞത്. എന്നിട്ട് ഷെയ്ഖ് പറയുന്നു, വഉസല്ലി അലാ മുഹമ്മദിൻ അൽ മബ്ഊസി ലിസലാഹിദ്ദീൻ വദ്ദുനിയ വൽആഖിറ. വഉസല്ലി ഞാൻ സ്വലാത്ത് ചൊല്ലുന്നു അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ. ആരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? അൽ മബ്ഊസ്, നിയോഗിക്കപ്പെട്ടവനാണ്. ലിസലാഹിദ്ദീൻ വദ്ദുനിയ വൽആഖിറ, ദീനിനെ നന്നാക്കാനും ദുനിയാവിനെ നന്നാക്കാനും പരലോകത്തെ നന്നാക്കാനും. എന്താണ് ഒരു ഉദ്ദേശം? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദുനിയാവ് ഏറ്റവും നല്ല രീതിയിൽ നന്നായി മുന്നോട്ട് പോകണമെങ്കിൽ അവന്റെ ദീന് നേരെയാവണം. അവന്റെ ദീന് ശരിയാകാതെ ഒരിക്കലും അവന്റെ ദുനിയാവ് ഏറ്റവും നല്ല രീതിയിൽ പരിപൂർണമാവുകയില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നന്മയായിട്ടുള്ള ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊന്നും പറയാതെ വിട്ടുപോയിട്ടില്ല. നമുക്ക് ദോഷമുള്ള കാര്യങ്ങളെ കുറിച്ച് താക്കീത് ചെയ്യാതെ വിട്ടുപോയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഒരാളുടെ ദീന് നന്നായി കഴിഞ്ഞാൽ അവന്റെ ദുനിയാവും പരലോകവും നന്നാവും. ഇത് 3ന്റെയും ഈ നന്മ സലാഹ് നിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിലുമാണ്. അപ്പൊ അള്ളാഹുവിനെ തുതിച്ചുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ സലാത്ത് ചൊല്ലിക്കൊണ്ടും ഷെയ്ഖ് ആരംഭിച്ചു. അമ്മാ ബഅദ്, അതിനുശേഷം ഷെയ്ഖ് പറയുന്നു, ഫഹാദിഹി റിസാലത്തുൻ മുഖ്തസറത്തുൻ, ഇതൊരു സംക്ഷിപ്തമായിട്ടുള്ള ഒരു റിസാലയാണ്, ഒരു എഴുത്താണ്. ഇഹ്തവത് അലാ അഹമ്മിൽ മുഹിമ്മാത്ത് മിൻ ഉമൂരിദ് ദീനി വഉസൂലിൽ ഈമാൻ. ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ള കാര്യങ്ങൾ, അഹമ്മുൽ മുഹിമ്മാത്ത് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ. ആ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന എന്ത് വിഷയത്തിൽ പ്രധാനപ്പെട്ടത്? മിൻ ഉമൂരിദ് ദീൻ, ദീനിന്റെ കാര്യങ്ങളിൽ, വഉസൂലിൽ ഈമാൻ, ഈമാനിന്റെ അടിസ്ഥാനങ്ങളിൽ. ദീനിന്റെ വിഷയങ്ങളിലും ഈമാനിന്റെ അടിസ്ഥാനങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സംക്ഷിപ്തമായിട്ടുള്ള ഒരു റിസാലയാണിത്. തദ്ഉൽ ഹാജത്ത് വദ്ദറൂറത്തു ഇലാ മഅരിഫത്തിഹാ, ഈ കാര്യങ്ങൾ അഥവാ ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ള കാര്യങ്ങൾ അത് അറിയുക എന്നുള്ളത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. വറൂറത്തായിട്ട്, നിർബന്ധമായിട്ടും, അതുപോലെ തന്നെ ഹാജത്ത്, ആവശ്യമായിട്ടുമുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന വിഷയങ്ങൾ, ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ള കാര്യങ്ങൾ അറിയുക എന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ദീനിനെ കുറിച്ച് എത്രത്തോളം അറിവുണ്ടോ, ഈമാനിന്റെ കാര്യങ്ങൾ, അഖീദ കാര്യങ്ങൾ എത്രത്തോളം അറിവുണ്ടോ, ഇബാദത്തുകളെ കുറിച്ചുള്ള അറിവുണ്ടോ, അതാണ് നമ്മെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യം. അതില്ലാതെ നമുക്ക് സ്വർഗത്തിലേക്ക് അടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ത്വരീഖൻ ബിഹിൽ ജന്ന. ആരെങ്കിലും ഇൽമിന് വേണ്ടി ഏതെങ്കിലും ഒരു മാർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഇൽമ നേടാൻ വേണ്ടി, അറിയാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി, കേൾക്കാൻ വേണ്ടി അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാവും. കാരണം അവന് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, നരകത്തിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാം ഇബാദത്തുകളാണ് ഞാൻ ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ഒഴിവാക്കേണ്ടത് എന്നുള്ള അറിവ് അവന് ലഭിക്കും. അതുകൊണ്ടാണ് അതിന്റെ പ്രാധാന്യം ഷെയ്ഖ് ഓർമ്മപ്പെടുത്തിയത്. എന്നിട്ട് പറയുന്നു, ജഅൽതുഹാ അലാ വജ്ഹി സുആൽ വൽ ജവാബ്, ഈ ഒരു റിസാല ഞാൻ ആക്കിയിട്ടുള്ളത് ചോദ്യോത്തരത്തിന്റെ രൂപത്തിലാണ്. ഒരു ചോദ്യം എഴുതി അതിന് ഉത്തരം എഴുതുന്ന രീതിയിലാണ് ഈ റിസാല എഴുതിയിട്ടുള്ളത്. لأنه أقرب إلى الفهم والتفهيم وأوضح في التعلم والتعليم. എന്താണ് അങ്ങനെ എഴുതാനുള്ള കാരണം? لأنه أقرب إلى الفهم والتفهيم, മനസ്സിലാക്കാനും മനസ്സിലാക്കി കൊടുക്കാനും ഏറ്റവും നല്ലൊരു മാർഗം അതാണ്. ഏറ്റവും അടുത്ത മാർഗം എന്താണ്? ഒരാൾക്ക് ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം ചോദ്യോത്തര രൂപമാണ്. അതുപോലെ തന്നെ പഠിക്കാനും പഠിപ്പിക്കാനും വ്യക്തത ലഭിക്കുന്ന, കൃത്യത ലഭിക്കുന്ന, ഒരു വിശാലത ലഭിക്കുന്ന രീതിയാണ് ചോദ്യോത്തര രൂപം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കാര്യങ്ങളെ സഹാബികൾക്ക് എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കാറുള്ളത്? ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ്. ഒരിക്കൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതദ്രി അയ്യു ആയത്തിൻ ഫീ കിതാബില്ലാഹി മഅക അഅ്ബം, നിനക്കറിയുമോ ഖുർആനിലെ ഏത് ആയത്താണ് ഏറ്റവും മഹത്തരമായിട്ടുള്ളത്? ആയത്തുൽ കുർസിയെ സംബന്ധിച്ച ഹദീസിൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്.
മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്, അള്ളാഹുവിന് അടിമകളുടെ മേലുള്ള അവകാശവും അടിമക്ക് അള്ളാഹുവിന് മേലുള്ള അവകാശം നിനക്ക് അറിയുമോ? അങ്ങനെ പല സന്ദർഭങ്ങളിലും ചോദ്യം ചോദിച്ച് ഉത്തരം കേൾക്കുന്ന രീതിയിൽ ദീന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രശസ്തമായ ദീനിന്റെ അടിസ്ഥാനങ്ങളെ പഠിപ്പിക്കുന്ന ഹദീസ് ജിബ്രീൽ അലൈഹിസ്സലാം ചോദ്യം ചോദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയുമാണ് ചെയ്തത്. അപ്പൊ ഈ ഒരു ശൈലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയാണ്. ആ രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുള്ള മാതൃകയാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയാറുണ്ട്, വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു രീതി സ്വീകരിക്കുക, എപ്പോഴുമല്ല ചില വിഷയങ്ങളിലെങ്കിലും ഈ ഒരു രീതി സ്വീകരിക്കുക എന്നുള്ളത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് പഠിക്കാനുമെല്ലാം എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു രീതിയാണ് എന്ന നിലയ്ക്ക്. അതുകൊണ്ടാണ് ഷെയ്ഖ് ഈ ഒരു വിഷയം, ഈ വേറെ പല രീതിയിൽ ഈ വിഷയങ്ങളുണ്ട്, ഖണ്ഡിതമായിട്ടുള്ള രൂപത്തിലുണ്ട്, കവിതാ രൂപത്തിലുണ്ട്, മറ്റു പല രൂപത്തിലുമുണ്ട്. പക്ഷേ ചോദ്യോത്തര രൂപത്തിൽ മുഅല്ലിഫ് റഹിമഹുല്ലാ, ഇമാം സഅദി റഹിമഹുല്ലാ ഇത് എഴുതിയിട്ടുള്ളത്. ഏകദേശം 22 ചോദ്യങ്ങളാണ് മുഅല്ലിഫ് റഹിമഹുല്ലാ, ചോദ്യോത്തരങ്ങളാണ് ഈ ഒരു റിസാലയിൽ എഴുതിയിട്ടുള്ളത്. ഓരോന്നായിട്ട് നമുക്ക് വായിക്കാം, അതുമായി ബന്ധപ്പെട്ട അതിന്റെ കാര്യങ്ങളെ മനസ്സിലാക്കാം. അസ്സുആലുൽ അവ്വൽ, ഒന്നാമത്തെ ചോദ്യം. ഇതിൽ ഓരോ ചോദ്യവും കേൾക്കുമ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കണം, ഈ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്കറിയുമോ ഇല്ലയോ, ഈ ചോദ്യത്തിന്റെ ഉത്തരം എനിക്കറിയുമോ ഇല്ലയോ. അത് മലയാളത്തിലാവട്ടെ, അതിന്റെ ഉത്തരം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടോ, ഇനി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവില്ല എങ്കിലും എനിക്ക് എന്റെ സ്വന്തത്തിൽ അത് ബോധ്യപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഒന്നാമത്തെ ചോദ്യം മുഅല്ലിഫ് റഹിമഹുല്ലാ പറയുന്നത്, കൊടുക്കുന്നത്, മാ ഹദ്ദു തൗഹീദ്, എന്താണ് തൗഹീദിന്റെ ഹദ്. ഹദ് എന്ന് പറഞ്ഞാൽ തഅരീഫ്, ഡെഫിനിഷൻ. എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ, തൗഹീദിന്റെ വ്യാഖ്യാനം, അല്ലെങ്കിൽ തൗഹീദ് എന്നാൽ എന്താണ്. വമാ അഖ്സാമുഹു, എന്താണ് അതിന്റെ ഇനങ്ങൾ, ഏതൊക്കെയാണ് അതിന്റെ ഇനങ്ങൾ. എന്താണ് തൗഹീദ്, തൗഹീദിന്റെ വ്യാഖ്യാനം, അല്ലെങ്കിൽ തൗഹീദിന്റെ തഅരീഫ് എന്താണ്, തൗഹീദിന്റെ ഇനങ്ങൾ ഏതൊക്കെയാണ്. വൽ ജവാബ്, അതിന്റെ മറുപടി ആയിക്കൊണ്ട് മുഅല്ലിഫ് റഹിമഹുല്ലാഹ് കൊടുക്കുന്നു, ഹദ്ദു തൗഹീദിൽ ജാമിഇ ലികുല്ലി അൻവാഇഹി, എല്ലാ തൗഹീദിന്റെ എല്ലാ ഇനങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള തൗഹീദിന്റെ വ്യാഖ്യാനം, തഅരീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹുവ, അത് ഇൽമുൽ അബ്ദി, ഒരടിമയുടെ അറിവാണ്, ഒരടിമയ്ക്ക് അറിവുണ്ടാവലാണ്. വഇഅ്തിഖാദുഹു, അവന്റെ ഖൽബിൽ ഉറക്കുന്ന ഒരു കാര്യമാണ്. വഇഅ്തിറാഫുഹു, അവന്റെ അംഗീകരിക്കലാണ്, അവന്റെ അംഗീകരണമാണ്. വഈമാനുഹു, അവന്റെ വിശ്വാസമാണ്. തൗഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവാണ്, ഹൃദയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യമാണ്, അംഗീകരിക്കലാണ്, വിശ്വാസമാണ്. എന്തിനെ സംബന്ധിച്ച്, ബിതഫറുദിർ റബ്ബി ബികുല്ലി സിഫത്തിൻ കമാലിൻ, റബ്ബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഫറുദ്, ഏകനാക്കുക, ബികുല്ലി സിഫത്തിൻ കമാലിൻ, എല്ലാ പരിപൂർണമായ വിശേഷണങ്ങളിലും. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ള പരിപൂർണമായ വിശേഷണങ്ങളിൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പരിപൂർണമാണ്, നാഖിസായ സിഫത്തുകൾ അള്ളാഹുവിനില്ല. ആ വിശേഷണങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. അതുപോലെ വതവഹ്ദുഹി ഫി ദാലിക്, അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം പരിഗണിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിനെ ആ വിഷയങ്ങളിൽ ഏകനാക്കുക. അതായത് പരിപൂർണമായ വിശേഷണങ്ങൾ അള്ളാഹുവിന് മാത്രമുള്ളതാണ്, ആ വിഷയം അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കുന്ന അവസ്ഥയാണ് അവനിൽ ഉണ്ടാകേണ്ടത്. വഇഅ്തിഖാദു, ഇനി തുടർന്ന് പറയാണ് എന്താണ് തൗഹീദിന്റെ തഅരീഫ് എന്നുള്ളത്. അതുപോലെ തന്നെ വഇഅ്തിഖാദു, ഖൽബിൽ ഉറച്ച ബോധമുണ്ടാവുക, ഉറച്ച ഒരു അവസ്ഥ ഉണ്ടാവുക. അന്നഹു ലാ ശരീക ലഹു, അള്ളാഹുവിന് ഒരു പങ്കുകാരനുമില്ല. വലാ മസീല ലഹു ഫി കമാലിഹി, അള്ളാഹുവിന്റെ പരിപൂർണതയിൽ പോലെ ഒരു ഉപമയോ ഒരു സമനോ അള്ളാഹുവിനില്ല. അള്ളാഹുവിനെ പോലെ മറ്റൊന്നുമില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പോലെ മറ്റൊന്നുമില്ല, അള്ളാഹുവിന് പങ്കുകാരനായിട്ട് ആരുമില്ല എന്ന ഉറച്ച അബോധം. വഅന്നഹു ദുൽ ഉലൂഹിയ്യ വൽ ഉബൂദിയ്യ അലാ ഖൽഖിഹി അജ്മഈൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ദുൽ ഉലൂഹിയ്യ, ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടാൻ അർഹനായിട്ടുള്ളത്. വൽ ഉബൂദിയ്യ, ഉബൂദിയത്ത് എന്ന് പറഞ്ഞാൽ അടിമത്തം കാണിക്കാൻ അർഹനായിട്ടുള്ളത്. ഉലൂഹിയ എന്നത് അള്ളാഹുവിന്റെ അവകാശമാണ്, ഉബൂദിയത്ത് അടിമ തെളിയിച്ചു കൊടുക്കുന്ന കാര്യമാണ്. അടിമകൾ അബ്ദാണ്, അള്ളാഹുവിന്റെ അടിമയാണ് എന്നുള്ളത് തെളിയിക്കൽ. ഉലൂഹിയത്ത് അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ എന്നുള്ളത്. അപ്പൊ ഉലൂഹിയത്തും ഉബൂദിയത്തും അലാ ഖൽഖിഹി അജ്മഈൻ,
എല്ലാ സൃഷ്ടികളുടെ മേലെയും അള്ളാഹു മാത്രമാണ് അതിന് അർഹനായിട്ടുള്ളവൻ. ഇതാണ് അള്ളാഹ് എന്നുള്ള നാമത്തിന്റെ അർത്ഥം. അള്ളാഹ് എന്നുള്ള അള്ളാഹുവിന്റെ നാമത്തിന്റെ അർത്ഥമാണ് ദുൽ ഉലൂഹിയത്തി വൽ ഉബൂദിയത്തി അലാ ഖൽഖിഹി അജ്മഈൻ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. സുമ്മ ഇഫ്റാദുഹു, പിന്നെ അള്ളാഹുവിനെ ഏകരാക്കനാണ് ബി അൻവാഇൽ ഇബാദത്തി, വ്യത്യസ്ത ഇബാദത്തുകളിൽ. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? അറിവുണ്ടായിരിക്കണം, ഉറച്ച ബോധമുണ്ടായിരിക്കണം, അംഗീകരിക്കണം, വിശ്വാസമുണ്ടായിരിക്കണം, അള്ളാഹുവിന്റെ പരിപൂർണമായ വിശേഷണങ്ങൾ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അതിൽ അള്ളാഹുവിനെ ഏകനാക്കണം, അവനൊരു പങ്കുകാരനുമില്ല, അവനൊരു സമനില്ല, ഉലൂഹിയത്തും ഉബൂദിയത്തും അവനർഹമായതാണ് എന്നുള്ളത്. എന്നിട്ട് പറയുകയാണ് സുമ്മ ഇഫ്റാദുഹു ബി അൻവാഇൽ ഇബാദ, പിന്നെ എന്തെല്ലാം ഇബാദത്തുകളുണ്ടോ, ഇബാദത്തിന്റെ ഇനങ്ങളായിട്ടുള്ള കാര്യങ്ങളുണ്ടോ, അതെല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുക. ഫദഖല ഫീ ഹാദ തഅരീഫ്, അപ്പോൾ ഇതാണ് തൗഹീദിന്റെ തഅരീഫായിട്ട് മുഅല്ലിഫ് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് തൗഹീദ് എന്ന് ചോദിച്ചാൽ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് തൗഹീദ് ആകുന്നത്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇതാണ്: അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കണം, അതുപോലെ തന്നെ അള്ളാഹുവിന് പങ്കുകാരനില്ല, സമനില്ല എന്നുള്ളത്. ഇബാദത്തുകൾ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കണം, ഉലൂഹിയത്തിനും ഉബൂദിയത്തിനും അർഹൻ അള്ളാഹു മാത്രമാണ് എന്നുള്ളതിനെ കുറിച്ച് അറിവുണ്ടാവണം, ഉറച്ച ബോധമുണ്ടാവണം, അംഗീകരിക്കണം, വിശ്വാസം ഉണ്ടാകണം. ഇതാണ് തൗഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് ഷെയ്ഖ് പറയുകയാണ് ഫദഖല ഫീ ഹാദിഹി തഅരീഫി അഖ്സാമു തൗഹീദ് സലാസ, ഈ ഒരു തഅരീഫിൽ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു വ്യാഖ്യാനത്തിൽ തൗഹീദിന്റെ മൂന്നിനങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട്. തൗഹീദിന്റെ മൂന്നിനങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട്. സലഫുകളുടെ കാലത്ത് തന്നെ തൗഹീദിനെ മൂന്നിനങ്ങളായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ മുൻഗാമികളിൽ ആധുനികരിലും അതിനെ രണ്ടിനമായിട്ടും പറയാറുണ്ട്. മൂന്നിനങ്ങൾ ഏതൊക്കെയാണ് എന്ന് മുഅല്ലിഫ് റഹിമഹുല്ലാഹ് ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ രണ്ടിനങ്ങൾ അതിനുശേഷം പറയാം. അഹദുഹ, മൂന്നിനങ്ങൾ, തൗഹീദിന്റെ മൂന്നിനങ്ങളിൽ ഒന്നാമത്തേത് തൗഹീദുർ റുബൂബിയ്യ, റുബൂബിയത്തിലുള്ള തൗഹീദ്. റുബൂബിയത്തിലുള്ള തൗഹീദ് എന്താണത്? വഹുവ അൽ-ഇഅ്തിറാഫു ബിൻഫിറാദിർ റബ്ബി ബിൽ ഖൽഖി വർ-റസ്ഖി വത്-തദ്ബീർ വത്-തർബിയ. വഹുവ അൽ-ഇഅ്തിറാഫ്, തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ അതൊരു അംഗീകരിക്കലാണ്. ബിൻഫിറാദിർ റബ്ബി, റബ്ബിനെ ഏകനാക്കിക്കൊണ്ട്. എന്തിലെല്ലാം കാര്യങ്ങളിൽ? ബിൽ ഖൽഖി, സൃഷ്ടിപ്പിന്റെ കാര്യത്തിൽ, വർ-റസ്ഖി, റിസ്ക് നൽകുന്നതിന്റെ കാര്യത്തിൽ, വത്-തദ്ബീരി, കാര്യങ്ങളുടെ നിയന്ത്രണത്തിന്റെ വിഷയത്തിൽ, വത്-തർബിയത്തി, ഒരു സൃഷ്ടിയെ വളർത്തിക്കൊണ്ടുവരുന്ന വിഷയത്തിൽ. അതായത് സൃഷ്ടിപ്പ് നടത്തുക, ഉപജീവനം നൽകുക, കാര്യങ്ങളെ നിയന്ത്രിക്കുക, സൂര്യചന്ദ്രനെയും മനുഷ്യന്റെ കാര്യങ്ങളും ഈ ഭൂമിയിലും ആകാശഭൂമിയിലുള്ള വ്യത്യസ്ത കാര്യങ്ങളെയും, അതുപോലെ ഓരോ സൃഷ്ടികളെ വളർത്തിക്കൊണ്ടുവരിക. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏകനാക്കുന്നതിന്റെ പേരാണെന്ത്? തൗഹീദു അർ-റുബൂബിയ്യ. അതിൽ അള്ളാഹു അല്ലാതെ ഒരാൾക്കും ഒരു തരത്തിലുള്ള പങ്കുമില്ല. അള്ളാഹുവിന് ആ വിഷയങ്ങളിൽ ഒരു സഹായമില്ല. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിലോ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിലോ മനുഷ്യർക്ക് ഉപജീവനം നൽകുന്നതിലോ അള്ളാഹുവിനല്ലാതെ വേറൊരാൾക്കും അതിന്റെ കഴിവില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ അധിക ആളുകളും ശിർക്കിൽ അകപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ റുബൂബിയത്തിലുള്ള വിശ്വാസത്തിന്റെ ദുർബലതയാണ്. പലപ്പോഴും അത് മനസ്സിലാക്കുന്നില്ല. റുബൂബിയത്തിൽ, തൗഹീദുർ റുബൂബിയത്തിലെ വിശ്വാസത്തിന്റെ ദുർബലത കൊണ്ടാണ് ആളുകൾ തൗഹീദുൽ ഉലൂഹിയത്തിൽ തെറ്റിപ്പോകുന്നത്. എന്താ കാരണം? അള്ളാഹു മാത്രമാണ് റിസ്ക് നൽകുന്നവൻ എന്നുള്ള ഉറച്ച ബോധമുണ്ടെങ്കിൽ ജോലിയില്ലാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരുമാനം ഇല്ലാത്തതിന്റെ പേരിൽ, വേറെ എന്തെങ്കിലും ദാരിദ്ര്യത്തിന്റെ പേരിൽ ഏതെങ്കിലും ഖബറിന്റെ അടുക്കലേക്ക് ആരെങ്കിലും പോകുമോ? അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇടനിലക്കാരായിട്ട് വെക്കാൻ പോകുമോ? ഇല്ല. അല്ലെങ്കിൽ അള്ളാഹു മാത്രമാണ് സൃഷ്ടിക്കുന്നവൻ എന്നുള്ള വിഷയത്തിൽ കൃത്യമായ യഖീൻ ഉണ്ടായിരുന്നുവെങ്കിൽ കുട്ടികളില്ലാത്തതിന്റെ പേരിൽ ഏതെങ്കിലും ഔലിയാക്കളുടെ അടുത്തേക്കോ ഖബറിന്റെ അടുത്തേക്കോ ജാറത്തിന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ മുസ്ലിം പേരുള്ള ആളുകൾ അമ്പലങ്ങളിൽ വരെ പോയ സംഭവം നമുക്ക് കേൾക്കാം, കുട്ടികളില്ലാത്തതിന്റെ പേരിൽ. അപ്പൊ ഇവിടെ എന്താണ് പ്രശ്നം? തൗഹീദുൽ റുബൂബിയത്തിലെ വിശ്വാസത്തിന്റെ ദുർബലത ഒരാളുടെ തൗഹീദുൽ ഉലൂഹിയത്തിൽ നിന്ന് അയാളെ തെറ്റിക്കും. ഇത് ഇബ്നു തൈമിയ, ഇബ്നു ഖയ്യിം, അതുപോലെ തന്നെ പല പണ്ഡിതന്മാരും അവരുടെ അഖീദ കിതാബുകൾ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹിയുടെ ദഅവത്തിന്റെ രീതി പിൻപറ്റുന്ന ആളുകൾ, അല്ലെങ്കിൽ നാം ആ ദഅവത്ത് ചെയ്യുമ്പോൾ തൗഹീദുൽ ഉലൂഹിയക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. ശരിയാണ്, സംശയമില്ല.
നബിമാർ പറഞ്ഞത് തൗഹീദുൽ ഉലൂഹിയയാണ്. പക്ഷേ ഈ തൗഹീദുൽ ഉലൂഹിയ എന്ന ആളുകൾ തെറ്റാനുള്ള ഒരു കാരണം തൗഹീദുർ റുബൂബിയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ തൗഹീദുർ റുബൂബിയ ആളുകൾക്ക് ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് തൗഹീദിന്റെ ദഅവത്തിന്റെ ആവശ്യകതയാണ്. അതൊരിക്കലും ആവശ്യമില്ലാത്തൊരു കാര്യമായി ചില ആളുകൾ അങ്ങനെ തിരിച്ചിട്ടുണ്ട്. റുബൂബിയത്ത് എല്ലാവർക്കും അറിയുന്നതല്ലേ, അതിലിപ്പോ ആർക്കാ സംശയമുള്ളത് എന്ന നിലക്ക് അതിനെപ്പറ്റി പറയണ്ട, അതിനെപ്പറ്റി ഓർമ്മപ്പെടുത്തണ്ട എന്നൊരു ധാരണയുണ്ട്. അല്ല, ഉലൂഹിയത്ത് പറയുമ്പോൾ അതിനു മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എടുത്തിട്ടുള്ള രീതിയാണ് എന്ത് റുബൂബിയത്ത് പറയുക എന്നുള്ളത്. കാരണം ഈ കാര്യങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആ റുബൂബിയത്ത് ഒരാൾക്ക് ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് ഉലൂഹിയത്തിനെ ഉറപ്പിക്കാൻ കാരണമാകും. അപ്പോ ഒന്നാമത്തേത് തൗഹീദുർ റുബൂബിയ്യ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഇനി ഒന്നുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അള്ളാഹുവിൽ നിന്ന് ഇങ്ങോട്ട് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം റുബൂബിയത്തിൽ പെടുന്നതാണ്. അള്ളാഹുവിൽ നിന്ന് ഇങ്ങോട്ട് ലഭിക്കുന്ന കാര്യങ്ങൾ റുബൂബിയത്തിൽ പെട്ടതാണ്. ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ അടിമകൾ അങ്ങോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഉലൂഹിയത്തിൽ പെടുന്നത്. ഇപ്പൊ അള്ളാഹു തആല റിസ്ക് നൽകുന്നു, അള്ളാഹു തആല സന്താനങ്ങൾ നൽകുന്നു, കാരുണ്യം ചൊരിയുന്നു, പാപങ്ങൾ പുറത്തു വരുന്നു, വളർച്ച വലുതാക്കുന്നു. ഇതൊക്കെ എന്തിന്റെ ഘട്ടമാണ്? അള്ളാഹു ഇങ്ങോട്ട് ലഭിക്കുന്നതാണ്. അത് റുബൂബിയത്താണ്. ഒരാൾ ദുആ ചെയ്യുന്നു, നിസ്കരിക്കുന്നു, ദാനധർമ്മം കൊടുക്കുന്നു, നോമ്പ് നോൽക്കുന്നു, ഇതൊക്കെ അടിമ അള്ളാഹുവിന് വേണ്ടി അങ്ങോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതാണ് റുബൂബിയത്തും ഉലൂഹിയത്തും തമ്മിലുള്ള ഒരു വ്യത്യാസം. അസ്സാനി, എന്നിട്ട് ശൈഖ് പറയാണ് രണ്ടാമത്തേത് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. രണ്ടാമത്തേത് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അസ്മാ വസ്സിഫാത്തിലുള്ള തൗഹീദ്. വഹുവ, അതെന്താണെന്ന് പറയും. അസ്മാ വസ്സിഫാത്ത് പറഞ്ഞാൽ അറിയാലോ, അള്ളാഹുവിന്റെ നാമങ്ങളുണ്ട്, അത് ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. ആ നാമങ്ങളിലുള്ള വിശ്വാസം. അള്ളാഹുവിന് വിശേഷണങ്ങളുണ്ട്, സിഫാത്തുകളുണ്ട്, അത് ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. അതിലുള്ള വിശ്വാസം, അതിൽ അള്ളാഹുവിനെ ഏകനാക്കുക. എന്താണത്? വഹുവ തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് എന്ന് പറഞ്ഞാൽ വഹുവ ഇസ്ബാതു ജമീഇ മാ അസ്ബതഹു അല്ലാഹു ലിനഫ്സിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വന്തത്തിന് സ്ഥിരപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് സ്ഥിരപ്പെടുത്തുക. അഥവാ അള്ളാഹുവിന് ഒരു നാമമുണ്ട് എന്ന് അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ നാമമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സ്ഥിരപ്പെടുത്തുക. അള്ളാഹുവിന്റെ വിശേഷണമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ സ്ഥിരപ്പെടുത്തുക. അതുപോലെ ഔ അസ്ബതഹു ലഹു റസൂലുഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സ്ഥിരപ്പെടുത്തി നമ്മെ പഠിപ്പിച്ചിട്ടുള്ള നാമങ്ങളോ വിശേഷണങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ സ്ഥിരപ്പെടുത്തുക. മിനൽ അസ്മാഇൽ ഹുസ്ന, അല്ലാഹുവിന്റെ നാമങ്ങളിൽ നിന്ന്. വമാ ദല്ലത് അലൈഹി മിനസ് സിഫാത്ത്, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയിക്കുന്ന അല്ലെങ്കിൽ നാമങ്ങളെ അറിയിക്കുന്ന വിശേഷണങ്ങൾ. അല്ലാഹുവിന്റെ നാമങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ നാമങ്ങളുടെ അകത്തെല്ലാം ഒരു സിഫത്ത് ഉൾക്കൊണ്ടിട്ടുണ്ടാവും. അള്ളാഹു അലീമാണ്. അള്ളാഹുവിന്റെ സിഫത്ത് എന്താണ്? ഇൽമ് അള്ളാഹുവിന്റെ സിഫത്താണ്. അള്ളാഹു റസ്സാഖാണ്. അള്ളാഹുവിന്റെ സിഫത്ത് എന്താണ്? റസ്ഖ്. സിഫത്ത് പറയുമ്പോൾ റസ്ഖ് എന്നാ പറയാം. റിസ്ഖ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന കാര്യത്തിനാണ്. അള്ളാഹുവിന്റെ വിശേഷണമായിട്ട് പറയുമ്പോൾ റായിന് ഫത്ഹയിട്ടാണ് പറയുക. അതുപോലെ തന്നെ ഖാലിഖാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതിൽ അള്ളാഹുവിന്റെ വിശേഷണം എന്താണ്? സിഫത്ത് എന്താണ്? അൽ ഖൽഖ്, സൃഷ്ടിപ്പ് നടത്തുക എന്നുള്ളതാണ്. അപ്പോ അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും ഖുർആനിലും ഹദീസിലും എന്തൊക്കെയാണോ വന്നിട്ടുള്ളത് അതിൽ അള്ളാഹുവിനെ ഏകനാക്കുക, അത് സ്ഥിരപ്പെടുത്തുക. അതാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. എന്നിട്ട് ശൈഖ് പറയുന്നുണ്ട് മിൻ ഗൈരി തശ്ബീഹിൻ വലാ തംസീലിൻ വമിൻ ഗൈരി തഹ്രീഫിൻ വലാ തഅതീലിൻ. മിൻ ഗൈരി തശ്ബീഹിൻ, ഒന്നിനോടും സാമ്യതപ്പെടുത്താൻ സാദൃശ്യപ്പെടുത്താൻ പാടില്ല, തശ്ബീഹ് നടത്താൻ പാടില്ല. തശ്ബീഹ് എന്ന് പറഞ്ഞാൽ വേറൊന്നിനോട് അതുപോലെയാണ് എന്ന് പറയുക. ഇപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കരങ്ങൾ, അള്ളാഹുവിന് 2 കരങ്ങളുണ്ട് എന്ന് ഹദീസിലും ഖുർആനിലും എല്ലാം വന്നിട്ടുള്ളതാണ്. അള്ളാഹുവിന്റെ കണ്ണുകൾ, അതൊക്കെ വന്നിട്ടുണ്ട്. ഒരാൾ പറയാണ് അള്ളാഹുവിന്റെ 2 കരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഇന്ന ജീവിയുടെ പോലെയാണ്, ഇന്നതുപോലെയാണ്, ഇന്ന മൃഗത്തിന്റെ പോലെ അല്ലെങ്കിൽ മനുഷ്യന്റെ പോലെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞാലോ അത് പാടില്ല. അതാണ് തശ്ബീഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ വലാ തംസീലിൻ, അള്ളാഹുവിന്റെ നാമമോ വിശേഷണമോ വന്നു കഴിഞ്ഞാൽ അതിന് ഉപമ പറയാൻ പാടില്ല. ഏതെങ്കിലും തരത്തിൽ അത് ഇതുപോലെ ആയിരിക്കണം, സാദൃശ്യപ്പെടുത്താതെ മറ്റൊന്നിനോടൊപ്പം വെച്ച് സാദൃശ്യപ്പെടുത്തുക. തംസീൽ എന്ന് പറഞ്ഞാൽ എന്തും പറയാം. അവനൊരു ചിത്രം വരച്ചിട്ട് ഇതുപോലെയാണെന്ന് പറയാം. ഒരു തരത്തിലും ഉപമ പറയാൻ പാടില്ല. അതുപോലെ തന്നെ മിൻ ഗൈരി തഹ്രീഫിൻ, തഹ്രീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റത്തിരുത്തലുകൾ വരുത്തുക.
അല്ലെങ്കിൽ വാക്കുകളെയോ ഖുർആനിലോ ഹദീസിലോ വന്നിട്ടുള്ള വാക്കുകളെ ആശയം ഹർക്കത്തുകൾ മാറ്റി വാക്കുകൾ മാറ്റി അർത്ഥം മാറ്റുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആനിലുള്ള ആയത്താണ് കല്ലമല്ലാഹു മൂസ തക്ലീമ. കല്ലമല്ലാഹു മൂസ തക്ലീമ. അല്ലാഹു തആല മൂസ നബി അലൈഹി ഇസ്ലാമിനോട് ഒരു സംസാരിച്ചു. അതാണ് അതിന്റെ അർത്ഥം. എന്നാൽ ഇതേ ആയത്തിന്റെ ഒരു ഹർക്കത്ത് മാറ്റിക്കഴിഞ്ഞാൽ അർത്ഥം മാറും. കല്ലമല്ലാഹു മൂസ തക്ലീമ എന്നുള്ളത് കല്ലമല്ലാഹ മൂസ തക്ലീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹ് എന്നുള്ളതിന് വമ്മ് മാറ്റിയിട്ട് ഫത്ഹ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായി? മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് സംസാരിച്ചു എന്നായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കലാം എന്നുള്ള സിഫത്തില്ല. അതിൽ അള്ളാഹുവിന്റെ നാമങ്ങളെയും വിശേഷണങ്ങളെയും എല്ലാം നിഷേധിക്കുന്ന ജഹ്മിയാക്കളും മുഅ്തസിലിയാക്കളും പോലെയുള്ള ആളുകൾ അവർ ഈ തെളിവിനെ മാറ്റാൻ വേണ്ടി ആ ഹറക്കത്ത് മാറ്റുന്നതോടുകൂടി അള്ളാഹു സംസാരിച്ചു എന്നുള്ളത് മാറി എന്തായി? മൂസാ നബി അള്ളാഹുവോട് സംസാരിച്ചു എന്നായി. അപ്പൊ എന്തായി? ഒരു ദലീല് പോയി. അവർക്കെതിരാകുന്ന ഒരു ദലീല് അവരില്ലാതാക്കി. അങ്ങനെ മാറ്റത്തിരുത്തലുകൾ വരുത്തുന്ന തഹ്രീഫ് എന്ന് പറയുക, അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുക. അതങ്ങനെയല്ല, അത് ഇങ്ങനെയാണ്, അള്ളാഹുവിന്റെ സംസാരം ഇങ്ങനെയല്ല, അതൊരു ആംഗ്യമാണ്, ആ നിലക്കൊക്കെ വ്യാഖ്യാനിക്കുക. അതാണ് തഹ്രീഫ്. വലാ തഅ്തീൽ. തഅ്തീൽ എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക. ഇപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശേഷണം വന്നു, അത് ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടു, പിന്നെ നമുക്ക് എന്തേ ഉള്ളൂ? തസ്ലീമാണ്, അത് അംഗീകരിക്കലാണ്. അത് നമ്മൾക്ക് ബുദ്ധിക്ക് യോജിച്ചില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കാൻ പാടില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിരിക്കും എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതം കൂറുന്നവനാണ് എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ മറ്റു പല കാര്യങ്ങളും വിശേഷങ്ങളും നാമങ്ങളും വന്നിട്ടുണ്ട്. അതിനെന്ത് ചെയ്യാൻ പാടില്ല? നിഷേധിക്കാനും പാടില്ല. അപ്പൊ ഈ കാര്യങ്ങളില്ലാതെ ചില പണ്ഡിതന്മാർ തക്കീഫ് കൂടി ചേർത്ത് പറയാറുണ്ട്. എങ്ങനെയെന്ന് ചോദിക്കാതെ ഈ കാര്യങ്ങളില്ലാതെ നാമങ്ങളെയും വിശേഷണങ്ങളെയും സ്ഥിരപ്പെടുത്തുന്നതിനാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് എന്ന് പറയുന്നത്. അത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. ഇപ്പോൾ തൗഹീദിന്റെ 3 ഇനങ്ങൾ 2 ഇനങ്ങൾ പറഞ്ഞു. തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. ഈ 2 എണ്ണത്തിനെയും ഒരുമിപ്പിച്ചുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ അത്തൗഹീദുൽ ഇൽമി എന്ന് പറയാറുള്ളത്. അത്തൗഹീദുൽ ഇൽമി, ഒന്നുകൂടി പറഞ്ഞാൽ തൗഹീദുൽ മഅരിഫത്തി വൽ ഇസ്ബാത്ത് എന്ന പേരിലും പറയാറുള്ളത്. അഥവാ അറിയേണ്ടതായിട്ടുള്ള തൗഹീദ്. ഈ 2 കാര്യങ്ങളിലൂടെയാണ് ഒരു അടിമക്ക് അള്ളാഹുവിനെ അറിയാൻ സാധിക്കുക, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധിക്കുക. അവന്റെ റുബൂബിയത്തിനെ അറിഞ്ഞും അവന്റെ നാമങ്ങളെ അറിഞ്ഞും വിശേഷങ്ങളെ അറിഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് ഈ 2 എണ്ണത്തിനെ ഒരുമിച്ചിട്ട് തൗഹീദുൽ ഇൽമി എന്നോ തൗഹീദുൽ മഅരിഫത്തി വൽ ഇസ്ബാത്ത് എന്നോ ഉലമാക്കൾ പറയാറുണ്ട്. ഈ 2 ഒന്നായിട്ട്, 3 ആക്കാതെ 2 ആക്കുന്നെന്ന് പറഞ്ഞല്ലോ, അതിൽ ഈ 2 എണ്ണത്തിനെ ഒന്നായി കൂട്ടാറുണ്ട്. 3ാമത്തെ തൗഹീദിന്റെ ഇനം അസ്സാലിസു. ഇതാണ് നബിമാർ ദഅവത്ത് നടത്തിയ, നബിമാർ ക്ഷണിച്ച തൗഹീദ് എന്ന് പറഞ്ഞാൽ തൗഹീദുൽ ഇബാദത്തി. തൗഹീദുൽ ഇബാദത്തി, ഇബാദത്തിലെ തൗഹീദ് അഥവാ അടിമകൾ ചെയ്യുന്ന ഇബാദത്ത് അള്ളാഹുവിന് വേണ്ടി മാത്രമായി ചെയ്യുക എന്നുള്ളത്. അതാണ് തൗഹീദുൽ ഇബാദ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തൗഹീദുൽ ഉലൂഹിയ എന്ന് പറയും, അല്ലെങ്കിൽ തൗഹീദുൽ അമലി എന്ന് പറയും. തൗഹീദുൽ ഇൽമി എന്ന് പറയുമ്പോൾ ഇതിനെന്ത് പറയും? തൗഹീദുൽ അമലി എന്ന് പറയും. അല്ലെങ്കിൽ തൗഹീദുൽ ഇറാദത്തി വത്തലബ് എന്ന അർത്ഥത്തിലൊക്കെ പറയാറുണ്ട്. അതിന്റെ ഉദ്ദേശം അപ്പൊ തൗഹീദുൽ ഇബാദ എന്ന് പറഞ്ഞാൽ എന്താണ്? വഹുവ, അത് ആകുന്നത് ഇഫ്റാദുല്ലാഹി വഹ്ദഹു ബിഅജ്നാസിൽ ഇബാദാതി വഅൻവാഇഹ. വ്യത്യസ്തമായിട്ടുള്ള ഇബാദത്തിന്റെ ഇനങ്ങൾ ഏതൊക്കെയുണ്ടോ അതിലെല്ലാം അള്ളാഹുവിനെ ഏകനാക്കുക. അതായത് അത് അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുക. അതാണ് തൗഹീദുൽ ഇബാദ. അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കുക. وهو إفراد الله وحده بأجناس العبادة وأنواعها وإفرادها وإخلاصها لله. هذا الله من إخلاص ورودياوغا من غير إشراك به في شيء منها. അതിൽ ഒന്നിലും ഒരു ഇബാദത്തിലും ഒന്നിനെയും അള്ളാഹുവിനെ പങ്കു ചേർക്കാനും പാടില്ല. ഇങ്ങനെ ഇബാദത്തുകൾ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് വേണ്ടി മാത്രം നിർവഹിക്കുന്നതിനാണ് തൗഹീദുൽ ഇബാദ എന്ന് പറയുന്നത്. ഇതാണ് 3ാമത്തെ ഇനം എന്നൊരു ശൈഖ് പറയുന്നു. فهذه أقسام التوحيد التي لا يكون العبد موحدا حتى يلتزم بها كلها ويقوم بها. ഈ തൗഹീദിന്റെ ഈ ഇനങ്ങൾ
ഇത് പൂർണ്ണമായി നിലനിർത്താതെ, അത് കൊണ്ടുവരാതെ, അത് നേരെ ചൊവ്വയാകാതെ ഒരടിമ മുവഹിദാവുകയില്ല. അപ്പൊ തൗഹീദിന്റെ ഈ മൂന്നിനങ്ങൾ അല്ലെങ്കിൽ റുബൂബിയത്തിനെയും അസ്മാഉ സിഫാത്തിനെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഉലൂഹിയത്തും ഇത് കൂടിയിട്ട് രണ്ടിനങ്ങൾ, ഇൽമി അമലി, ഈ രണ്ടിനങ്ങൾ ഈ രീതിയിൽ തൗഹീദിനെ മനസ്സിലാക്കാതെ, ഇത് പൂർത്തിയാക്കാതെ, ഇത് ജീവിതത്തിൽ പകർത്താതെ ഒരാൾക്ക് എന്താകാൻ സാധിക്കില്ല? മുവഹിദാകാൻ സാധിക്കില്ല. അപ്പൊ ഉലൂഹിയത്ത് മാത്രം പഠിച്ചാൽ മതിയോ? പോരാ. അസ്മാഉ സിഫാത്തുകൾ പഠിക്കണം, റുബൂബിയത്തും പഠിക്കണം. ഇത് മൂന്നും ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ തൗഹീദ് പരിപൂർണമാവുക. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഹദ്ദു തൗഹീദ് എന്താണ്, അതിന്റെ ഇനങ്ങൾ എന്താണ്? അസ്വാലു സാനി, രണ്ടാമത്തെ ചോദ്യം മാ ഹുവൽ ഈമാൻ വൽ ഇസ്ലാം വ ഉസൂലുഹുമാ അൽ കുല്ലിയ. എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ, എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ, എന്താണ് അതിന്റെ മൊത്തത്തിലുള്ള അടിസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? എന്താണ് ഈമാൻ, എന്താണ് ഇസ്ലാം, അതിന്റെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ്? അൽ ജവാബു, ഷെയ്ഖ് അതിന് മറുപടി പറയുന്നു. അൽ ഈമാനു ഹുവ തസ്ദീഖുൽ ജാസിമു ബിജമീഇ മാ അമറ അല്ലാഹു വ റസൂലുഹു ബിത്തസ്ദീഖ് ബിഹി അൽ മുതമമ്മിനു. അൽ ഈമാനു, ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുവ തസ്ദീഖുൽ ജാസിം, സത്യപ്പെടുത്തുക, ദൃഢമായി കൊണ്ട് സത്യപ്പെടുത്തുക. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് എന്നുള്ളത് ദൃഢമായി കൊണ്ട് സത്യപ്പെടുത്തുക. ബിജമീഇ മാ അമറ അല്ലാഹു വ റസൂലുഹു, എല്ലാ കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആലയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അറിയിച്ചിട്ടുള്ള, കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് മുഴുവൻ സത്യപ്പെടുത്തുക. അത് സത്യമാണ്, അതിൽ സംശയമില്ല. കൽപ്പിച്ച കാര്യങ്ങൾ സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? അത് പ്രാവർത്തികമാക്കുക. വിരോധിച്ച കാര്യങ്ങൾ സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്നാൽ അത് ഒഴിവാക്കുക. അറിയിച്ച കാര്യങ്ങൾ സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുക, സത്യപ്പെടുത്തുക. അതാണ് തസ്ദീഖാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ, സത്യപ്പെടുത്തൽ. ബിത്തസ്ദീഖ് ബിഹിൽ അൽ മുതവമ്മൻ ലിൽ അമലി അല്ലദി ഹുവൽ ഇസ്ലാം. ആ സത്യപ്പെടുത്തൽ എങ്ങനെയായിരിക്കണം? ആ സത്യപ്പെടുത്തലിനോടൊപ്പം ചേർന്ന് വരണം ലിൽ അമൽ, കർമ്മവും. വെറുതെ ഈമാൻ എന്ന് പറഞ്ഞാൽ മതിയോ? ചില ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്, ഈമാൻ ഇതാ കൽബിലാണ്, അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന നിലക്ക്. താടി പഠിച്ചാലും കുഴപ്പമില്ല, താടി പഠിക്കുന്ന ആൾക്കാർ ഈമാൻ ഇതാ കൽബിലാണുള്ളത്. അല്ലെങ്കിൽ നെര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചടിച്ച് ചോദിച്ചാലും പറയും ഈമാൻ കൽബിലാണുള്ളത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തോന്നിവാസം ചെയ്താലും പറയും ഈമാൻ കൽബിലാണുള്ളത്. ചില ആളുകൾ, സ്ത്രീകൾ, അവർ ഔറത്ത് മറക്കാതെ വേഷം ധരിച്ച് നടന്നാലും അവർ പറയും നല്ല തത്വമുള്ള ആളുകൾ, തത്വ കൽബിലാന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലുമല്ല. ഈമാൻ ഉണ്ടോ അതിന്റെ അലാമത്ത് എന്താ? ഒരാൾക്ക് ഈമാൻ ഉണ്ട് എന്നുള്ളതിന്റെ അടയാളം എന്താണ്? അവന്റെ അമലിൽ അത് വ്യക്തമായിരിക്കും, അത് പ്രകടമായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അമലിനെ നിർബന്ധമാക്കുന്ന തരത്തിലുള്ള സത്യപ്പെടുത്തലാണ് ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലദീ ഹുവൽ ഇസ്ലാം. ആ അമൽ എന്താണ്? അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഈമാൻ എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തലാണെങ്കിൽ അത് നിർബന്ധമാക്കുന്ന അമലിനെയാണ് എന്ത് പറയുന്നത്? ഇസ്ലാം എന്ന് പറയുന്നത്. വഹുവൽ, ഇസ്ലാമിനെ ഒന്നുകൂടി വിശദീകരിച്ചാൽ വഹുവൽ ഇസ്തിസ്ലാമു ലില്ലാഹ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കീഴൊതുങ്ങുക, വഹ്ദഹു, ആ ഏകനായ അള്ളാഹുവിന്, വൽഇൻഖിയാദു ലിതാഅതിഹി, അള്ളാഹുവിനെ അനുസരിക്കുക, അവനുള്ള അനുസരണത്തിൽ അവനെ പിൻപറ്റുക. അഥവാ എന്തൊക്കെയാണോ കൽപ്പിച്ച കാര്യങ്ങൾ അത് ചെയ്യുക, വിരോധിച്ച കാര്യം ഒഴിവാക്കുക. അപ്പൊ ഈമാൻ എന്ന് പറഞ്ഞാൽ തസ്ദീഖും ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്തിസ്ലാമുമാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തലും ഇസ്ലാം എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങലുമാണ്. ഇത് മനസ്സിലാക്കുക. വമ്മ ഉസൂലുഹുമാ, ഇനി ഈ രണ്ടെണ്ണത്തിന്റെയും ഉസൂലുകൾ, അടിസ്ഥാനങ്ങൾ, ഫഹിയ മഹ്തവത് അലൈഹി ഹാദിഹിൽ ആയത്തുൽ കരീമ, ഈ താഴെ കൊടുക്കുന്ന ആയത്തിൽ അതിൽ ഉൾക്കൊള്ളുന്നതാണ് ഈമാനിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈമാനിന്റെയും ഇസ്ലാമിന്റെയും അടിസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ അതിന്റെ മൊത്തത്തിൽ ഒരു ദലീലായിക്കൊണ്ട് അടിസ്ഥാനങ്ങളെ അറിയിക്കുന്ന നമുക്ക് പറയാൻ പറ്റുന്ന ഒരായത്താണ് സൂറത്തുൽ ബഖറയിലെ 136-ാമത്തെ ആയത്ത്. 136-ാമത്തെ ആയത്ത് ഷെയ്ഖ് കൊടുക്കുകയാണ്, എന്നിട്ട് പറയുന്നു, ആയത്ത് കൊടുക്കുകയാണ്. ഖൂലു, നിങ്ങൾ പറയുക, ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, വമാ ഉൻസില ഇലൈന, ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിലും വിശ്വസിച്ചിരിക്കുന്നു, വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയഅഖൂബ, ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിലും ഇബ്രാഹിം നബിക്കും ഇസ്മായിൽ നബിക്കും ഇസ്ഹാഖ് നബിക്കും യാഖൂബ് നബിക്കും
വൽ അസ്ബാബ്, അസ്ബാബ് എന്നുള്ളത് നബിമാരുടെ സംഘമാണ്, അത് യാക്കൂബ് നബിയുടെ മക്കളാണ് എന്നെല്ലാം തഫ്സീറിൽ കാണാം. അതിന്റെ ബാക്കിയുള്ള നബിമാർക്കും. വമാ ഊതിയ മൂസ വഈസ, മൂസാ നബിക്കും ഈസാ നബിക്കും എന്താണ് നൽകപ്പെട്ടത് അതിലും. വമാ ഊതിയ അന്നബിയ്യൂന മിർ റബ്ബിഹിം, ഏത് നബിമാർക്കും അവരുടെ റബ്ബിൽ നിന്ന് ഇറക്കപ്പെട്ടത് എന്താണോ നൽകപ്പെട്ടത് എന്താണോ അതിലെല്ലാം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, അതിൽ ഒരാളിലും ഞങ്ങളൊരു വേർതിരിവ് കാണുന്നില്ല. അപ്പോൾ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരാൾ നബിയാണ് ഒരാൾ നബിയല്ല എന്നുള്ളത് ഞങ്ങൾ കാണുന്നില്ല, എല്ലാവരും നബിമാരാണ്. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അല്ലാഹുവിന് മുസ്ലിമീങ്ങളാണ്, കീഴൊതുങ്ങിയവരാണ്. അപ്പോൾ ഈമാൻ സത്യപ്പെടുത്തുന്ന ഭാഗമാണെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കപ്പെട്ടതിലും മുൻകഴിഞ്ഞ എല്ലാ നബിമാരിലും വിശ്വസിക്കുകയാണ്. പിന്നെ എന്തിനാ മുൻകഴിഞ്ഞ നബിമാരിൽ വിശ്വസിക്കുന്ന കാര്യം പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച കാര്യം മാത്രം പറഞ്ഞാൽ പോരെ? പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ ഒരാൾ മുസ്ലിമാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ച ഒരു സംശയമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസം സംശയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പിൻപറ്റുന്നു, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി ഒക്കെ പറയുന്നു. അയാൾ പറയാണ് ദാവൂദ് നബി അലൈഹി ഇസ്ലാം അള്ളാഹിന്റെ നബിയല്ല, ദാവൂദ് നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ നബിയല്ല. സംശയം കൊണ്ടൊന്നല്ല, ഖുർആനിൽ വന്നൊക്കെ ബോധ്യപ്പെട്ടു, എന്നിട്ടും പറയാണ് നബിയല്ല. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നബി നൂഹ് നബി അലൈഹി ഇസ്ലാം അള്ളാഹിന്റെ റസൂലല്ല, അങ്ങനെ പറയാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചിട്ടില്ല. നബിമാരുടെ വിശ്വാസം ശരിയാകണമെങ്കിൽ എല്ലാ നബിമാരും ഒരുപോലെ വിശ്വസിക്കണം. കാരണം നൂഹ് നബി അലൈഹി ഇസ്ലാമിൽ അവിശ്വസിച്ചാൽ ബാക്കിയുള്ള നബിമാരിൽ അവിശ്വസിച്ച പോലെയാണ്. ഏതെങ്കിലും ഒരു നബിയിൽ വിശ്വസിച്ചാൽ അവരുടെ നബിമാരുടെ വിശ്വാസം എന്താകും? പഴച്ചു പോകും. അതുകൊണ്ട് തന്നെ എല്ലാ നബിമാരിലും അവർക്ക് ഇറക്കപ്പെട്ട കിതാബുകളിലും ദീനിലും വിശ്വസിക്കുന്നു. എന്നാൽ ദീനിന്റെ ശറഈ നിയമങ്ങൾ അംഗീകരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം. അതുപോലെ അവസാനം ആയത്തിൽ പറഞ്ഞു വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അള്ളാഹുവിന് കീഴൊതുങ്ങിയവരാണ് എന്ന് ശേഖ് പറയുന്നത്. ഇത് ഈമാനും ഇസ്ലാമിനുമുള്ള ദലീലായിക്കൊണ്ട്, അതിന്റെ അടിസ്ഥാനങ്ങളെ അറിയിക്കുന്ന ദലീലായിക്കൊണ്ട് തസ്ദീഖും ഇസ്തിസ്ലാമും അറിയിക്കുന്നതിനാണ് ഈ ആയത്ത് പറഞ്ഞത്. وما فسره به النبي صلى الله عليه وسلم في حديث جبريل وغيره حيث قال. ഇനി ശേഖ് പറയാണ്, ഈ ഈമാനിന്റെയും ഇസ്ലാമിന്റെയും അടിസ്ഥാനങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നു ഹദീസുകളിൽ. ഏതുപോലെ? ഹദീസ് ജിബ്രീൽ പോലെയും അതല്ലാതെയും. ഹദീസ് ജിബ്രീൽ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ഹദീസാണ്. ഏതൊരു സാധാരണക്കാരനായ മുസ്ലിമും ഹിഫ്വാക്കാൻ സാധിക്കും, വളരെ എളുപ്പമുള്ള ഹദീസാണ്. ഹിഫ്വാക്കാൻ സാധിക്കുമെങ്കിൽ ഹിഫ്വാക്കേണ്ടതും അതല്ലെങ്കിൽ അതിന്റെ ആശയത്തെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ഹദീസാണ് ഹദീസ് ജിബ്രീൽ. കാരണം ആ ഹദീസ് അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അതാകും ജിബ്രീൽ യുഅല്ലിമുകും ദീനകും, നിങ്ങളിലേക്ക് വന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. എന്തിനാ വന്നത്? നിങ്ങളുടെ ദീന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനാണ് വന്നത്. നിങ്ങളുടെ ദീന് നിങ്ങൾക്ക് പഠിക്കണമോ, ഹദീസ് ജിബ്രീൽ നിങ്ങൾ പഠിക്കണം. ഹദീസ് ജിബ്രീലിൽ നിന്നാണ് പിന്നീട് ഓരോ കാര്യങ്ങളെയും വേർതിരിച്ച് ഉലമാക്കൾ വിശദീകരിച്ച് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മുഅല്ലിഫ് റഹിമഹുല്ലാഹ് കൊടുക്കുകയാണ്, ഹദീസ് ജിബ്രീൽ വന്നതുപോലെ എന്ന് പറഞ്ഞിട്ട് അൽ ഇഖാല, എന്നിട്ട് ഹദീസ് ജിബ്രീലിന്റെ ഈ ഭാഗം കൊടുക്കുകയാണ്, ഈമാനും ഇസ്ലാമും എല്ലാം പഠിപ്പിക്കുന്ന ഭാഗം. അൽ ഈമാനു, ഹദീസ് ജിബ്രീലിൽ ഈമാനിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അൻ തുഅ്മിന ബില്ലാഹ്, നീ അല്ലാഹുവിൽ വിശ്വസിക്കലാണ്. നീ അല്ലാഹുവിൽ വിശ്വസിക്കലാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ വുജൂദിൽ അള്ളാഹു ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കണം, അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ വിശ്വസിക്കണം, അള്ളാഹുവിന്റെ ഉലൂഹിയത്തിൽ വിശ്വസിക്കണം, അള്ളാഹുവിന്റെ അസ്മാഉ വസിഫാത്തിൽ വിശ്വസിക്കണം. അള്ളാഹുവിന്റെ വിശ്വാസം. വമലായികതിഹി, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മലക്കുകളെ വിശ്വസിക്കണം. മലക്കുകൾ ഉണ്ട് എന്നുള്ളത്, അവർ സൃഷ്ടിക്കപ്പെട്ടത് ഉദ്ദേശം എന്താണെന്നുള്ളത്, അവർക്ക് അറിയിക്കപ്പെട്ട പേരുകൾ, നമുക്ക് പഠിപ്പിച്ചു തന്ന പേരുകൾ ഏതൊക്കെയാണെന്നുള്ളത്, അവരുടെ ജോലികൾ എന്തൊക്കെയാണെന്നുള്ളത്. വകുതുബിഹി, കിതാബുകളിൽ ഓരോ നബിമാർക്കും ഇറക്കപ്പെട്ട കിതാബുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്, ആ കിതാബിൽ വിശ്വസിക്കുക എന്നുള്ളത്. വറുസുലിഹി, റസൂലുകളിൽ വിശ്വസിക്കുക എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു. വൽയൗമിൽ ആഖിർ, അന്ത്യനാളിൽ നാം മരണപ്പെടും, മരണത്തിന് ശേഷം ബർസഖിയായ ജീവിതം, ഉയർത്തെഴുന്നേൽപ്പ്, വിചാരണ, നരകം, സ്വർഗം, ആ കാര്യങ്ങളിൽ. വൽ ഖദരി ഖൈരിഹി വശർരിഹി, ഖദറിലുള്ള വിശ്വാസം. അല്ലാഹു തആല കാര്യങ്ങൾ മുൻപേ നിശ്ചയിച്ചിട്ടുണ്ട്, നിർണയിച്ചിട്ടുണ്ട്. അത് ഖൈറും ഷർറും എന്തുമാവട്ടെ അതെല്ലാം നിർണയിക്കപ്പെട്ടുള്ള. ഖദറുമായി ബന്ധപ്പെട്ട് വേറൊരു ചോദ്യം വരുന്നുണ്ട്, ഖദറിന്റെ അടിസ്ഥാനങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇതാണ് ഈമാനിന്റെ 6 അടിസ്ഥാനങ്ങൾ. ചില പണ്ഡിതന്മാർ 5 എന്ന രീതിയിൽ എണ്ണി പറയാറുണ്ട്. അവർ എണ്ണാറുള്ളത് ഖദറിലുള്ള വിശ്വാസത്തെ അള്ളാഹുവിലുള്ള വിശ്വാസത്തിലേക്ക് ചേർത്തിക്കൊണ്ട്
ചില മുൻഗാമികളായ പണ്ഡിതന്മാരുടെ കിതാബുകളിൽ 5 ഈമാൻ കാര്യങ്ങൾ 5 ഇസ്ലാം കാര്യങ്ങൾ എന്ന രീതിയിൽ അവർ സൂചിപ്പിച്ച് കാണാം. ഇനി എപ്പോഴെങ്കിലും വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് തെറ്റി എന്ന് വിചാരിക്കേണ്ട, അവർ ഈ അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കാറുള്ളത്. വൽ ഇസ്ലാമു, ഇനി ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻതശ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഷഹാദത്ത് ചെയ്യലാണ്. വഅന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹിലും. ഒരാൾ ഇസ്ലാം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹയിലും മുഹമ്മദുർ റസൂലുള്ളാഹിലും അവൻ ഷഹാദത്ത് ചെയ്തിരിക്കണം. ഇത് നമ്മൾ ഗൗരവത്തിൽ പഠിക്കേണ്ട കാര്യമാണ്. നമ്മൾ സ്വന്തത്തിൽ ചോദിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചുള്ള നമ്മുടെ അറിവ് എന്താണ്? ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഅന അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, അതിനുള്ള ദലീലുകൾ, എന്തുകൊണ്ടാണ് ആ അർത്ഥം വന്നത്. അല്ലാതെ അർത്ഥം വന്ന ലാ ഹാക്കിമ ഇല്ലല്ലാഹ് അവിടെയുണ്ട്, ലാ ഖാദിറ അലൽ ഇഖ്തിറാഇ ഇല്ലല്ലാഹ് എന്ന അർത്ഥം പറഞ്ഞവരുണ്ട്, ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന അർത്ഥം പറഞ്ഞവരുണ്ട്, ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്ന അർത്ഥം പറഞ്ഞവരുണ്ട്. അങ്ങനെയുള്ള പല അർത്ഥങ്ങൾ പറഞ്ഞവരുണ്ട്. അതിൽ നിന്ന് എന്താണ് ഇതിനുള്ള ദലീൽ എന്നുള്ളത്. അതിന്റെ അർക്കാനുകൾ എന്തൊക്കെയാണെന്ന് പഠിക്കണം. ലാ ഇലാഹ എന്നുള്ള നഫി, ഇല്ലല്ലാഹ് എന്നുള്ള ഇസ്ബാത്ത്, അത് നമ്മൾ പഠിക്കണം. അതിന്റെ ശുറൂത്തുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കണം. ഇൽമ്, യഖീൻ, ഖബൂൽ, ഇൻഖിയാദ്, സിദ്ഖ്, ഇഖ്ലാസ്, മഹബ്ബ, 7 നിബന്ധനകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇത് ഓരോന്നും വിശദീകരിച്ച് പറയേണ്ടതാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ദർസുകൾ കേട്ടിട്ട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറ്റി പഠിക്കേണ്ട കാര്യങ്ങളാണത്. 4-മത്തേത് നവാഖിദുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചുരുങ്ങിയത് അതിൽ ഷിർക്കിന്റെ ഇനങ്ങൾ, ഷിർക്കുൽ അക്ബർ 4 ഇനങ്ങൾ, ഷിർക്കുൽ അസ്ഗർ 1 ഇനം. കുഫ്റുൻ അക്ബർ 5 ഇനങ്ങൾ, കുഫ്റുൻ അസ്ഗർ 1 ഇനം. അതുപോലെ നിഫാഖുൻ അക്ബർ, നിഫാഖുൻ അസ്ഗർ, നിഫാഖുൽ ഇഅ്തിഖാദി, നിഫാഖുൻ അമലി. നിഫാഖുൻ ഇഅ്തിഖാദിൽ 5 ഇനം, നിഫാഖുൻ അമലി 6 ഇനം. അങ്ങനെ ഈ കാര്യങ്ങൾ അറിയുക. ഈ കാര്യങ്ങൾ അറിയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ അടിസ്ഥാനപരമായി അറിഞ്ഞു. പിന്നെ അത് അമലാക്കി പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അതുപോലെ മുഹമ്മദ് റസൂലുള്ളാഹ്, അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ അർക്കാനുകൾ എന്താണ്, അത് നിബന്ധനകൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് പൊളിഞ്ഞു പോവുക, ഈ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അത് അടിസ്ഥാനമാണ്. അതുപോലെ പറഞ്ഞു അത് കഴിഞ്ഞാൽ നിസ്കാരം നിലനിർത്തുക. 5 വക്ത് നിസ്കാരം. ആ നിസ്കാരത്തിന്റെ രൂപം എന്താണ്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, അതിന്റെ സമയം, അതിന്റെ നിസ്കാരത്തിന്റെ റുക്നുകൾ, ഷർത്തുകൾ, വാജിബാത്തുകൾ, അതുപോലെ തന്നെ നിസ്കാരം ബാത്തിലാകുന്ന മുബ്തിലാത്തുസ് സ്വലാ, ആ കാര്യങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ സക്കാത്ത് നൽകുക. സക്കാത്ത് എപ്പോഴാണ് കൊടുക്കേണ്ടത്, ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടവനാണോ, എത്രയാണ് കൊടുക്കേണ്ടത്, ഞാനത് അർഹനാണോ, ഞാൻ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. റമദാനിൽ നോമ്പ് നോൽക്കുക. നോമ്പ് ശരിയാവാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, നോമ്പ് മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനമായ കഅബയിൽ പോയി ഹജ്ജ് നിർവഹിക്കുക. നിർവഹിക്കുമ്പോൾ ഹജ്ജ് ചെയ്യാൻ ഉള്ള ഇസ്തിതാഅത്ത് എനിക്കുണ്ടോ എന്നുള്ളത് ഒന്നാമത് അറിയണം. പല ആളുകളും ഹജ്ജിനുള്ള എല്ലാ ഇസ്തിതാഅത്തും ഉണ്ടാവും, കുറെ സ്ഥലം ഉണ്ടാവും, കയ്യിൽ പൈസ ഉണ്ടാവില്ല, ഓരോ സ്ഥലം ഉണ്ടാവും, സ്ഥലം വിറ്റ് ഹജ്ജിന് പോകാൻ പറ്റും, പക്ഷെ പോകൂല. അല്ലെങ്കിൽ വേറെ കുറെ സ്വത്തുണ്ടാകും, എന്നിട്ട് അതൊക്കെ മക്കൾക്കുള്ളതാണ്, വേറെ പണം ഉണ്ടാവട്ടെ അപ്പൊ ഹജ്ജിന് പോകും, അങ്ങനെ ഇരിക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും അല്ല. ഇസ്തിതാഅത്ത് ഉണ്ടോ എന്ന് ആദ്യം പഠിക്കണം. ഹജ്ജിന്റെ രൂപവും മനാസികുകൾ വേറെ പഠിക്കണം. അപ്പൊ ഈമാനും ഇസ്ലാമും, ഈ 6 കാര്യങ്ങളും 5 കാര്യങ്ങളും നാം അറിഞ്ഞിരിക്കണം. ഇവിടെ ഈമാൻ എന്നുള്ളതിനെ തഫ്സീർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഖൽബിന്റെ മായി ബന്ധപ്പെട്ടുള്ളതാണ്. ഖൽബിൽ ഉറക്കേണ്ട കാര്യങ്ങളാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. وفسر الإسلام بالقيام وفسر الإيمان بعقائد القلوب وفسر الإسلام بالقيام بالشرائع الظاهرة. ഇസ്ലാം എന്ന് പറഞ്ഞാലോ ബാഹ്യമായിട്ടുള്ള ദീനീയ നിയമങ്ങളെയാണ് എന്ത് പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത്. ഇത് രണ്ടാണ്. എല്ലാ മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളാണ്, പക്ഷെ എല്ലാ മുസ്ലിമീങ്ങൾ എന്തല്ല, മുഅ്മിനീങ്ങളല്ല. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ മുഅ്മിനീങ്ങൾ ഉണ്ടാകാം, അവർ മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങൾ ഉണ്ടാകാം ഈമാനിന്റെ ദർജയിലേക്ക് എത്താത്തവർ. അതിന് മുകളിൽ ഇഹ്സാനിന്റെ ദർജയും ഉണ്ട്. കാരണം ഖുർആനിലെ ആയത്തുകളിൽ തന്നെ നമുക്ക് കാണാം, ചില ആളുകൾ വന്ന് കാലത്തിലെ അറാബ് ആമന്ന, ചില അറാബികൾ പുതു മുസ്ലിമീങ്ങളാണ്, അവർ പറഞ്ഞു ഞങ്ങളിതാ മുഅ്മിനീങ്ങളായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അല്ലാഹു തആല പറഞ്ഞ എന്താണ്, നിങ്ങൾ അസ്ലംന, നിങ്ങൾ മുസ്ലിമായി എന്ന് പറഞ്ഞു, മുഅ്മിനായി എന്ന് പറയാൻ ആയിട്ടില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ പറ്റി പറഞ്ഞപ്പോൾ മുഅ്മിനാണെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമാണ്, വീണ്ടും പറഞ്ഞപ്പോൾ മുസ്ലിമാണ് എന്ന് പറഞ്ഞു. കാരണം ഈമാൻ അവന്റെ ഖൽബിൽ എത്തിയിട്ടില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മൻ ആമന ബിൽ ലിസാനി
നാവ് കൊണ്ട് ഈമാൻ സ്വീകരിച്ചവരെ, ഖൽബിൽ ഈമാൻ കയറാത്തവരെ എന്ന് മുസ്ലിമുകളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുഅ്മിനും മുസ്ലിമും രണ്ടാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ബാഹ്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് മുസ്ലിമാണ്, ഷഹാദത്ത് ചെയ്ത് നിസ്കരിക്കുന്നത് മുസ്ലിമാണ്. പക്ഷെ ഈമാൻ ഉണ്ടാവണമെങ്കിൽ ഖൽബിൽ ഉറക്കണം. അത് ഇൽമോട് കൂടി ഇൽമിനെ തസ്ദീഖ് ചെയ്യുമ്പോഴാണ് അത് ലഭിക്കുക. ഇതാണ് ഈമാനും ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് പറയുന്നത്. സമയല്ലേ ഇൻഷാ അല്ലാഹ് ഇതില് ഒരു 22 ചോദ്യങ്ങൾ ഇങ്ങനെ അടിസ്ഥാനങ്ങളുണ്ട്. പോകുന്നതിന് മുമ്പ് നമുക്ക് തീർക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഒരു 7 ചോദ്യമൊക്കെ വായിച്ച് തീർക്കാന്ന് വിചാരിച്ചത്, 2 തീർന്നോളൂ. സമയം കിട്ടും. ഇൻഷാ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.